എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് യൂറോപ്യന്മാർ എങ്ങനെ ഇന്ത്യയിലെത്തി എന്നതിനെക്കുറിച്ചാണ്. പലരും വിചാരിക്കുന്നതുപോലെ അവർ വന്നത് വെറും കുരുമുളകും ഏലവും തേടി മാത്രമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഭീമമായ സമ്പത്തിനെക്കുറിച്ചുള്ള കഥകളാണ് അവരെങ്ങോട്ട് വലിച്ചെടുപ്പിച്ചത്. പക്ഷേ ഒരു കച്ചവടയാത്രയായി തുടങ്ങിയ ആ വരവ് അതെങ്ങനെയാണ് ഇന്ത്യയുടെ തലവിധി തന്നെ മാറ്റിയെഴുതിയത്? നമുക്ക് ഒന്നിച്ചു ചുരുളൊഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങുന്നത് ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. ചിന്തിച്ചു നോക്കൂ, 1453 ഒരൊറ്റ നഗരം തകർന്നു വീണത് എങ്ങനെയാണ് യൂറോപ്പിന്റെയും അങ്ങു ദൂരെ കിടക്കുന്ന ഇന്ത്യയുടെയും ചരിത്രത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചത്? എന്തായിരുന്നു ആ സംഭവം? ആദ്യം നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു വാതിലടയുന്നു. അതായത് നൂറ്റാണ്ടുകളായി യൂറോപ്പിനെ ഏഷ്യയുമായി കച്ചവടത്തിന് ബന്ധിപ്പിച്ചിരുന്ന ഒരു പ്രധാന പാത പെട്ടെന്നൊരു ദിവസം അടഞ്ഞുപോയി. അവിടുന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. സംഭവം ഇതാണ്. AD 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന തന്ത്രപ്രധാനമായ നഗരം പിടിച്ചെടുത്തു. അതോടുകൂടി എന്താ സംഭവിച്ചത്? യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള കരമാർഗം പൂർണ്ണമായും അവരുടെ കൺട്രോളിലായി. യൂറോപ്യൻ വ്യാപാരികളെ സംബന്ധിച്ച് ആ വഴി അടഞ്ഞു, കച്ചവടം നിന്നു. ഈ കരമാർഗം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം യൂറോപ്പിന്റെയും ഇന്ത്യയുടെയും കച്ചവടത്തിന്റെ ജീവനാഡിയായിരുന്നു അത്. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനത്തോടെ ആ വഴി അടഞ്ഞുപോയി. യൂറോപ്പിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടും പിന്നെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളും എത്തിയിരുന്ന ആ വാതിലാണ് ഒറ്റയടിക്ക് അടഞ്ഞുപോയത്. അതുകൊണ്ടുതന്നെ അവർക്ക് പുതിയൊരു വഴി കണ്ടെത്തിയേ തീരൂ എന്ന അവസ്ഥ വന്നു. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമല്ലോ. പക്ഷേ എന്തിനായിരുന്നു അവർക്ക് ഇത്രയധികം താൽപ്പര്യം പുതിയൊരു വഴി കണ്ടെത്താൻ? ഉത്തരം ഒന്നേയുള്ളൂ: ഇന്ത്യയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കേട്ടുകേൾവികൾ. മാർക്കോപോളോയെപ്പോലുള്ള സഞ്ചാരികൾ എഴുതിവച്ച വിവരണങ്ങൾ യൂറോപ്പിൽ അങ്ങോളമിങ്ങോളം പരന്നു. കിഴക്കിന്റെ ഈ നിധിശേഖരത്തിലേക്ക് എങ്ങനെയും എത്തണമെന്ന ചിന്ത അവരെ വല്ലാതെ മോഹിപ്പിച്ചു. അങ്ങനെ ആ അടഞ്ഞ വാതിലിനു പകരം പുതിയൊരെണ്ണം തുറക്കാനുള്ള ശ്രമം, അതൊരു വലിയ സാഹസിക മത്സരമായി മാറി. ആരാദ്യം കിഴക്കോട്ട് ഒരു പുതിയ കടൽപ്പാത കണ്ടെത്തുന്നു? അതായിരുന്നു യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ആവേശകരമായ മത്സരം. ഈ കടലിലെ മത്സരത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് പോർച്ചുഗലായിരുന്നു. അതിന് പ്രധാന കാരണം അവരുടെ ഹെൻറി രാജകുമാരനാണ്. അദ്ദേഹത്തെ വെറുതെയല്ല നാവിഗേറ്റർ എന്ന് വിളിച്ചിരുന്നത്. ലോകത്തിന്റെ അറ്റങ്ങൾ കണ്ടെത്താനും പുതിയ കടൽ വഴികൾ തുറക്കാനും അദ്ദേഹം തന്റെ നാട്ടിലെ നാവികർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുത്തു. ഈ ശ്രമങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് വിജയിച്ചില്ല കേട്ടോ. പതിറ്റാണ്ടുകളെടുത്തു. 1487 ബർത്തലോമിയോ ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റം വരെ യാത്ര ചെയ്ത് ഒരു സൂചന നൽകി. പക്ഷേ യഥാർത്ഥ ബ്രേക്ക് ത്രൂ വന്നത് 10 വർഷം കഴിഞ്ഞ് വാസ്കോഡഗാമയിലൂടെയാണ്. അദ്ദേഹം ആഫ്രിക്കൻ വൻകരയെ മൊത്തത്തിൽ ചുറ്റി 1498 നമ്മുടെ കോഴിക്കോട് തീരത്ത് കപ്പലിറങ്ങി. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടൊരു കടൽപാത ഒടുവിൽ കണ്ടെത്തി. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പോർച്ചുഗീസുകാരുടെ ലക്ഷ്യം വെറും കച്ചവടം മാത്രമായിരുന്നില്ല. അവരുടെ യഥാർത്ഥ പ്ലാൻ വേറെയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്ന് കച്ചവടം നിയന്ത്രിച്ചിരുന്നത് അറബികളായിരുന്നു. അവരെ അവിടെ നിന്ന് ഓടിക്കണം. കടലിന്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ചെടുക്കണം. ഇതിനെയാണ് അവർ ബ്ലൂ വാട്ടർ പോളിസി എന്ന് വിളിച്ചത്. ഇത് സത്യത്തിൽ കച്ചവടമല്ല, കടലിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. പോർച്ചുഗീസുകാർ ഈ വഴി കണ്ടുപിടിച്ചതോടെ അതൊരു തുടക്കം മാത്രമായിരുന്നു. അതോടെ ഇന്ത്യയിലേക്കുള്ള വാതിൽ മലർക്കെ തുറന്നു. പിന്നെ അങ്ങോട്ടൊരു പ്രവാഹമായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ പുതിയ വഴിയിലൂടെ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ തുറന്ന ഈ വഴിയിലൂടെ പിന്നാലെ ആരൊക്കെ വന്നു എന്നറിയാമോ? ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. അങ്ങനെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശക്തികളെല്ലാം ഇന്ത്യയിലേക്ക് കപ്പലോട്ടം തുടങ്ങി. അവരെല്ലാം തങ്ങളുടെ കച്ചവട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി സ്വന്തമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ വലിയ കമ്പനികളും തുടങ്ങി. ഇവരൊന്നും വെറുതെ വന്ന് കച്ചവടം ചെയ്തു പോവുകയായിരുന്നില്ല. അവർ ഇന്ത്യയുടെ തീരങ്ങളിൽ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ നോക്കിപ്പിടിച്ച് തങ്ങളുടെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഗോവ, കൊച്ചി, സൂറത്ത്, മദ്രാസ്, പോണ്ടിച്ചേരി അങ്ങനെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെല്ലാം അവരുടെ കൈയിലായി. ഇതിന്റെ ഉദ്ദേശം കച്ചവടം മാത്രമായിരുന്നില്ല. ഭാവിയിലൊരു സൈനിക മേൽക്കോയ്മ നേടുക എന്നൊരു ലക്ഷ്യം കൂടി അതിനു പിന്നിലുണ്ടായിരുന്നു. അപ്പോ കഥയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെയാണ് കച്ചവടക്കാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതും അവരുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തുവരുന്നതും. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ മാറ്റം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തുടക്കത്തിൽ അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? കച്ചവടം, പിന്നെ ലാഭം. പക്ഷേ പതിയെ അത് മാറി. ആദ്യം ചെറിയ പ്രദേശങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. പിന്നെ അത് വളർന്നു ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിലേക്കെത്തി. ചുരുക്കി പറഞ്ഞാൽ കച്ചവടക്കാരായി വന്നവർ പതിയെ ഈ നാടിന്റെ ഭരണാധികാരികളായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈയൊരു വർഷം
ഇത് മനസ്സിൽ കുറിച്ചിട്ടോളൂ. 1757 ഇന്ത്യയുടെ ചരിത്രം വഴിമാറി ഒഴുകിയ വർഷം. 1757 നടന്ന പ്ലാസി യുദ്ധത്തോടെയാണ് എല്ലാം മാറിയത്. ആ യുദ്ധം ജയിച്ചതോടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി വെറുമൊരു കച്ചവട കമ്പനി അല്ലാതായി. അവർ ഇന്ത്യയിൽ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറി. അതായത് ഒരു ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഒരു റൂളിംഗ് കമ്പനിയായി അവർ രൂപാന്തരപ്പെട്ടു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ശരിക്കും തുടക്കമിട്ടത് അവിടെ നിന്നാണ്. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയാവാണ്. കച്ചവടം ചെയ്യാൻ വന്നവർ എന്തിനാണ് ഇവിടെ വലിയ കോട്ടകൾ കെട്ടിപ്പൊക്കിയത്? അത് അവരുടെ കച്ചവട സാധനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ? അതോ ആദ്യ ദിവസം മുതൽക്കേ അവരുടെ മനസ്സിൽ ഈ നാട് പിടിച്ചടക്കുക എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഒന്നാലോചിച്ചു നോക്കൂ.